മെഹനാസിന്റെ പുതിയ ഭാര്യ സഫേന്റെ കാമുകനാണെന്ന് ആരോപിക്കപ്പെടുന്ന ലല്ലുവിൻ്റെ എക്സ് വൈഫ് അല്ലെങ്കിൽ എക്സ് പാർട്ട്ണർ ഫസ്മിന ആൻഡ് എന്താ പറയുക സഫേന്റെ ഡ്രൈവർ, ഇങ്ങനെ വേറൊരു യൂണിവേഴ്സാണ് യൂട്യൂബിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ചിലത് എനിക്ക് പറയാനുണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത്തിരി മഞ്ഞ കലർന്നുള്ള ന്യൂസുകളും വാർത്തകളും കാര്യങ്ങളൊന്നും നമ്മളെ ചാനലിലൂടെ ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഇവൾക്ക് ഇതെന്ത് പറ്റി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ. പക്ഷേ എങ്കിലും സ്ത്രീ സുരക്ഷയും സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസും നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റിഫ മരിച്ച സമയത്ത് റിഫയുടെ സൂസൈഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസും കാര്യങ്ങളും വന്ന സമയത്ത് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ മാത്രമേ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് എൻ്റെ കയ്യിൽ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് സമയത്ത് പല വീഡിയോസിൽ നിന്നും ഷോർട്ടിൽ നിന്നും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് റിഫയുടേത് ഒരു ആത്മഹത്യയല്ല എന്ന് എൻ്റെ മനസ്സന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു കൊലപാതകമാണ്, തീർത്തും ഒരു കൊലപാതകമാണ്, അതിനെതിരെ തെളിവുകളില്ലാതെ പോയി. എന്നാൽ ഇനി ആത്മഹത്യ ആണെങ്കിൽ തന്നെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിനുള്ള ശിക്ഷ മെഹനാസിന് കിട്ടിയോ? അപ്പം ഇങ്ങനെ പല രീതിക്ക് ഞാൻ എൻ്റേതായ രീതിക്ക് എൻ്റെ അമർഷങ്ങൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിലും നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞാലും അത് അധികം ആളുകളിലോട്ട് എത്തൂല അല്ലേ. ഇന്നിപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പം നിങ്ങളിലൂടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ്. റിഫയെ ഇനിയും വലിച്ച് ഇതിലോട്ടിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാവം അതവിടെ സമാധാനമായിട്ട് കിടന്നോട്ടെ. അപ്പം നമുക്ക് മെഹനാസ് എന്ന കൊടും ക്രിമിനൽ എന്ന് തന്നെ പറയും. കാരണം ഒരു പെൺകുട്ടിയെ ഗാർഹികമായി പീഡിപ്പിച്ച്, ഇനി അത് കൊലപാതകമല്ല ആത്മഹത്യ തന്നെ ആണെങ്കിലും അത് ക്രൈം നടന്നത്, ഇതിനെപ്പറ്റി ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ച ഖാദർ കരിപ്പൊടി പറഞ്ഞത് ക്രൈം നടന്നത് ദുബായിലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. പക്ഷേ ക്രൈം എവിടെ നടന്നാലും അവനിവിടെ കേരളത്തിൽ വിലസുന്നുണ്ടെങ്കിൽ അവനെ കേരള പോലീസ് പൂട്ടിടുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് മെഹനാസുമാർ ഇങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ട് വരും. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ആ ഒരു ഫൈറ്റ്, അതായത് ഫസ്മിന റിഫ തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ. മെഹനാസ് പുറത്തു വിടുന്നു ഫസ്മിനേൻ്റെ എക്സ് പാർട്ട്ണറായിട്ടുള്ള ലല്ലുവുമായിട്ട് ഈ സഫ ഒളിച്ചോടിയിരിക്കുകയാണെന്ന്. മുമ്പ് ഇതുപോലെ റിഫയെ കുറിച്ചിട്ടും മെഹനാസ് ഇത്തരത്തിലുള്ള അവിഹിത കഥകൾ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത് സഫയാണ്. സഫ റിഫയെ മെഹനാസിൻ്റെ ഒപ്പം നിന്നിട്ട് കുറ്റം പറഞ്ഞ ഒരാളാണ്. കാരണം മെഹനാസ് പറഞ്ഞൊരു കഥകളെ സഫയ്ക്ക് അറിയുള്ളൂ. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു മുൻകൂട്ടി കാണേണ്ട ഒരു ബുദ്ധി ആ കുട്ടി കാണിക്കേണ്ടതുണ്ടായിരുന്നു. ചിലപ്പോൾ പ്രായത്തിൻ്റെ പക്വത കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഹനാസുമാർക്ക് കൺവിൻസിങ് പവർ കുറച്ച് കൂടുതലായിരിക്കും. അവർ പെൺകുട്ടികളെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് കണ്ണും ചെവിയൊക്കെ അങ്ങ് മൂടിക്കിട്ടി ആ ഒരു പ്രണയിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞത് മാത്രം വിശ്വസിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും അന്ന് സഫ കടന്നു പോയിട്ടുണ്ടായിരിക്കുക. പിന്നെ ജീവിത അനുഭവത്തിൽ നിന്ന് റിഫയെ റിലേറ്റ് ചെയ്യാനും അവൾ അനുഭവിച്ച പ്രയാസങ്ങൾ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഇനിയും ഇവൻ്റെ കൂടെ ജീവിച്ചാൽ എൻ്റെ ജീവന് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടുമായിരിക്കാം ഒരുപക്ഷെ സഫ മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കുക എന്നാണ് എനിക്ക് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചോദിക്കാനും പറയാനും ഉദ്ദേശിക്കുന്നത്. സഫ ഇതുപോലെ ഒളിച്ചോടിപ്പോയി എന്ന് മെഹനാസ് പറയുന്നു. എന്നാൽ സഫ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നു അതേ സമയത്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്ന്, റോട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കുകയും എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ നിന്ന് തിരിച്ച് തൻ്റെ ഊബറിൽ തിരിച്ചു പോകുമ്പോഴാണ് ഈ ഒരു വാർത്ത മെഹനാസ് ഇട്ടത് കണ്ടത്. മെഹനാസിനെ കുറിച്ചിട്ട് അയാൾ അതും ചെയ്യും അതിൻ്റെ അപ്പുറം ചെയ്യും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം പക്ക ഫ്രോഡാണ്. ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പല നാടകവും കാണിച്ചാണ് അല്ലേ. ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ പണ്ട് കണ്ടതാണ്. അതൊക്കെ അന്നേ പൊട്ടിപ്പോയ കേസാണ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പക്ക ആ പെൺകുട്ടിയെ കൊന്നതാണെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയാം. അല്ലെങ്കിൽ അത്രയും നാടകത്തിൻ്റെ പഴയൊരു വീഡിയോ ഓർമ്മയില്ലേ, നിങ്ങൾ ഉറങ്ങുകയാണ് പറഞ്ഞിട്ടുള്ള. അപ്പം ഇത്തരത്തിലുള്ള ഫ്രോഡ് പരിപാടിയൊക്കെ ആയി വന്ന ഒരാൾ തീർച്ചയായിട്ടും
ഇതൊരു കള്ളക്കഥയായിരിക്കും. ഇനി ഫസ്മിന എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി, അവളുടെയുള്ള തിളക്കലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, ഫസ്മിന ഈ പറഞ്ഞ ലല്ലുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഫസ്മിന പറയുന്നത് സത്യമായിരിക്കാം. കാരണം ഇത്തരത്തിലുള്ള ഒരു ഫ്രോഡ് പരിപാടി കാര്യങ്ങളും കാണിക്കുന്ന ഒരു പാർട്ട്ണർ അവർ പിരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനിയും അവൾ വേറൊരു പെൺകുട്ടിയായിട്ട് അവൾ സെറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്മിന ചൂടാവാനൊക്കെ സാധ്യതയുണ്ട്. ആ ഒരു റിയാക്ഷൻ ആയിരിക്കാം ഫസ്മിന സഫയ്ക്കെതിരെ ഇറക്കുന്നത്. അതുപോലെ സഫ ഫസ്മിനയ്ക്കെതിരെ ഇറക്കുന്നത്. ഫസ്മിനയ്ക്കെതിരെ ഇറക്കുമ്പോഴും സഫ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സഫ കൂട്ടുപിടിച്ചിരിക്കുന്നത് ലല്ലുവിനെയാണ്. അതുപോലെ ലല്ലുവിൻ്റെ ഒരു ഫ്രണ്ടാണ് ഊബർ ഡ്രൈവർ എന്ന് പറയുന്നു. അതുവഴിയാണ് ലല്ലുവിനെ പരിചയപ്പെട്ടതെന്ന് പറയുന്നു. ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഇനി അതിൻ്റെ മുന്നേ എൻ്റെ ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഫസ്മിനയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ഫസ്മിനയും ഇതുപോലെ ലല്ലുവിൽ നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായി അവർ പിരിഞ്ഞതാണെന്ന് സഫയ്ക്ക് അറിയുമ്പോൾ എന്തിനാണ് സഫ ഈ ലല്ലുവിനെ പിരിക്കുന്നത്? സഫ വീണ്ടും ചെയ്യുന്നത് മണ്ടത്തരാണെന്ന് എനിക്ക് പറയാനുള്ളത്. ലല്ലുവിൻ്റെ കൂടെ കൂടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് സഫേനോടാണ്. സഫേ, നിൻ്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റി, ഓക്കെ, അത് നീ റിയലൈസ് ചെയ്യുന്നുണ്ട്. റിഫേനെ കുറ്റം പറഞ്ഞതിൽ നിനക്ക് കുറ്റബോധമുണ്ടെന്ന് ഖാദർ കരിപ്പൊടീൻ്റെ മുന്നിൽ പറയുന്നു. എന്നാൽ ഇനി നീ ചെയ്യാനുള്ളത് നിൻ്റെ കുഞ്ഞിനെ നോക്കി സമാധാനമായിട്ട് ജീവിക്കുക. പറ്റുമെങ്കിൽ നിൻ്റെ വീട്ടുകാരുടെ കൂടെ പോവുക. അവർ ചിലപ്പോൾ നിന്നെ ചീത്ത പറയുമായിരിക്കും, ഒരാഴ്ച ചിലപ്പോൾ ഒറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷെ അത് നിൻ്റെ പാരൻസാണ്. അവരെന്തായാലും നിന്നെ മനസ്സിലാക്കും, ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ചീത്തയും കാര്യങ്ങളൊക്കെ കേൾക്കും. പക്ഷേ നീ ഇപ്പം നിൽക്കുന്നത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലത്താണ്. 4 സൈഡിൽ നിന്നും നീ എന്താ പറയുക അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് വളർന്നു വരുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നീ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് മെഹനാസിൻ്റെ കൂടെ നിന്നാൽ കുട്ടിക്ക് ട്രോമ വരുമെന്ന് നീ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഇത്തരം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇരയായി നീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിൻ്റെ കുഞ്ഞ് ഭാവിയിൽ ഇതൊക്കെ കാണൂലേ? അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ഭാവിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതാണ് നീ അതിനാണ് വാല്യൂ കൽപ്പിക്കുന്നതെങ്കിൽ, ഇത്തിരി ചീത്ത കേട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി കുറ്റപ്പെടുത്തലുകൾ കിട്ടിയിട്ടാണെങ്കിലും ശരി, നീ നിൻ്റെ പാരൻസിൻ്റെ കൂടെ പോയി നിൽക്കുക. കാരണം അവർക്ക് നിനക്ക് സേഫായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി തരാൻ പറ്റുള്ളൂ. നിൻ്റെ വീട്ടിൽ നിനക്ക് കിട്ടുന്ന സേഫ്റ്റി ഒരിക്കലും നീ എത്ര കാലം ഈ ഊബർ ഡ്രൈവറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടും അല്ലെങ്കിൽ ഊബർ ഡ്രൈവറിൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ ജീവിക്കും. ആ ലൈഫ് നിനക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആ കുട്ടിയെ ആലോചിച്ചിട്ടെങ്കിലും അത്തരത്തിലുള്ളൊരു പക്വതയുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുക. കാരണം ഈ ഒരു കുഞ്ഞു ലൈഫിൻ്റെ ഉള്ളിൽ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായിട്ടോ. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി. വളരെ ക്യൂട്ടായിട്ട് ആ കൊച്ചു കുട്ടീൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നൊരു വീഡിയോ, ഒരു ടോയ് വെച്ചിട്ട് അതിൻ്റെ തലയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിട്ടാണ് എനിക്ക് സഫയെ കണ്ടത്. അതിൽ ഞാൻ അവളെ കാണുന്നത് ഒരു കൊച്ചനിയത്തിയെ അല്ലെങ്കിൽ ഒരു 18-19 വയസ്സൊക്കെ തോന്നിക്കുന്ന രീതിക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ ഫേസാണ് എനിക്കതിൽ കാണാൻ പറ്റിയത്. അപ്പം ആ പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കും, എടുത്തുചാട്ടമായിരിക്കും ഒരുപക്ഷെ ഈ കാട്ടിക്കുത്തുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ലല്ലുവോ നിൻ്റെ ഡ്രൈവറൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു വലിയൊരു പ്രശ്നം വരുമ്പോൾ അവരൊക്കെ കൈമലർത്തും, അവരൊക്കെ ഒഴിഞ്ഞു പോകും. എന്ത് വന്നാലും ചീത്തപ്പേര് നിനക്ക് മാത്രമായിരിക്കും. ഒരു പെൺകുട്ടി തെറ്റ് ചെയ്യുന്നതും ആൺകുട്ടി തെറ്റ് ചെയ്യുന്നതും സമൂഹം വിലയിരുത്തുന്ന 2 രീതിക്കാണ് മോളെ. ആൺകുട്ടി ചെയ്ത സെയിം തെറ്റ് ഒരു പെൺകുട്ടി ചെയ്യുമ്പോൾ അതൊരു വലിയ തെറ്റും, എന്നാൽ സെയിം തെറ്റിന് ഒരു ആൺകുട്ടി ചെയ്യുമ്പോൾ അതത്ര കുഴപ്പമില്ലാത്ത തെറ്റുമാണ്. ചെയ്തത് രണ്ടും ഒന്നായിരിക്കും, പക്ഷേ അതൊരു പെണ്ണാവുമ്പോൾ കുറച്ചുകൂടെ ഗൗരവം പിടിച്ചൊരു വിഷയമായിട്ടായിരിക്കും സമൂഹം കാണാൻ കുറ്റപ്പെടുത്താം. അപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ ഈ ഫസ്മിനയുടെ വീഡിയോസിൽ ഇങ്ങനെ കാണുകയുണ്ടായി. ഒന്നാമത് ഞാൻ ഈ സഫയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ കാരണം ഫസ്മിനയാണ് കേട്ടോ. ഫസ്മിന ഇങ്ങനെ പറയുന്നത് കേട്ടു, ഈ ഊബർ ഡ്രൈവർ കൂടെ എപ്പോഴും നീ സഞ്ചരിക്കുകയല്ലേ, നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഊബർ ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്യല്ലേ, അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് EMI എടുക്കുക എന്നൊക്കെ. അവിടെ എനിക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റിയത് ആ ഒരു കുട്ടിയുടെ സഫയുടെ ഗതികേടാണ്. ആ കുട്ടിക്ക് വേറെ ആരും ഹെൽപ്പിന് ഉണ്ടായിരിക്കില്ലായിരിക്കും, ആ ഒരു സ്റ്റാഫായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയൊക്കെയാണ് എനിക്ക് ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു ഉത്തരം കേട്ടോ. ഇനിയിപ്പോൾ സഫയും ലല്ലുമായ അവിഹിതം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ, എന്ത് ആണെങ്കിലും ഇവിടെ കൃത്യമായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താ പറയുക,
റിഫക്ക് അനുഭവിച്ച സെയിം അനുഭവം സഫ അനുഭവിച്ചു എന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. സോ മെഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിമിനലിന് ശിക്ഷ കിട്ടുക തന്നെ വേണം. ഇനിയും കേരള പോലീസ് ഈ ഒരു കാര്യത്തിൽ നടപടി എടുക്കാതിരിക്കരുത്. കാരണം ഇത്തരത്തിൽ നടപടി എടുക്കാതിരിക്കുമ്പോൾ ഒരുപാട് മെഹനാസുമാരിങ്ങനെ പൊട്ടിമിളക്കും. ഇവിടെ എന്ത് ചെയ്താലും അവനൊക്കെ കൂളായി നടക്കുന്നുണ്ടല്ലോ, നമുക്ക് എന്തും ആവാം. രണ്ട് പെൺകുട്ടികളെ, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, കൊന്നതാണോന്ന് അറിയില്ല, ആത്മഹത്യ ചെയ്തു, അങ്ങനെയാണല്ലോ വെപ്പ്. ഇനി ആത്മഹത്യ തന്നെയാണെങ്കിൽ അതിന് ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിട്ടും അവൻ അവിടെ ഫ്രീ ആയി നടക്കുന്നു, അവന് പെണ്ണ് കിട്ടുന്നു, ഇപ്പം കുട്ടിയാവുന്നു. ഇപ്പം അത് രണ്ടാമത് ആ പെൺകുട്ടിയെയും കള്ളു കുടിച്ചും അതുപോലെ ഗർഭിണിയായിരിക്കുമ്പോൾ തൊഴിച്ചും അടിച്ചും ഇങ്ങനെ പല കേസുകളുണ്ടായിട്ടും അവൻ കൂളായി പുറത്ത് നടക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് നടന്നൂടാ എന്നുള്ള രീതിയിലോട്ട് വരും. അപ്പം എനിക്ക് പറയാനുള്ളത് കേരള പോലീസിനോടാണ്, നടപടി എടുക്കണം. ഇത്തരക്കാരെ ഇനിയും നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ലല്ലു എന്തോ ആയിക്കോട്ടെ, അവനെതിരെയും പെൺകുട്ടികൾ കേസുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസ് എടുക്കുക തന്നെ വേണം. കാരണം ഇങ്ങനെ പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത് നമുക്ക് അനുവദിച്ച് കൊടുത്തുകൂടാ. അതുപോലെ പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, വെറുതെ മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിൽ കയറിയിട്ട് അവരുടെ കുടുംബം കൂടി നശിപ്പിക്കുന്ന രീതിയിലോട്ട് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റു ജീവിതം കൂടി നശിപ്പിക്കാതിരിക്കുക. നമുക്ക് സാനു ആയിക്കോട്ടെ, സഫേൻ്റെ കുഞ്ഞായിക്കോട്ടെ, രണ്ടും കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരാനുള്ളതാണ്. ഇവരാരെ കണ്ടാണ് പഠിക്കേണ്ടത്? ഇവരുടെ പാരൻസിനെ കണ്ടിട്ടാണോ? സാനുവിനൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വന്തം പിതാവിനെ കുറിച്ചിട്ട് ഇത്രയും ഉമ്മാൻ്റെ മരണത്തിന് കാരണം ഉപ്പിയാന്നുള്ള റിയലൈസ് ചെയ്യുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വേദനയാണ് അതിനി അനുഭവിക്കാൻ പോകുന്നത്. അതിന് ഭാവിയിൽ ഇനി എന്തൊക്കെ രീതിക്കുള്ള ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും ഒരു പക്ഷെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പം അത്തരത്തിലുള്ള നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കാതിരിക്കുക. ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഇത്തരത്തിലുള്ള തോന്നിയാസം ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു മടുപ്പൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ബൈ.